ഏറാമലയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധവുമായി UDF. പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് UDF എടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജനിച്ചു വീണൊരു നാട്ടിൽ നിന്നും തമ്മാടികളെ പേടിച്ചിട്ട് ഓടി ഒളിക്കാനാവില്ല. ആയുധമേന്താൻ നിർബന്ധിച്ചാൽ അതിനും ഞങ്ങൾ പിന്നോട്ടില്ല. പക്ഷേ ഞങ്ങൾ പറയട്ടെ, നാട്ടിലെ മൊത്തം സമാധാനം ഞങ്ങളെ മാത്രം ബാധ്യതയല്ല. ഓർത്തു കളിച്ചോ പോലീസേ. പോലീസ് നോക്കി നിൽക്കെ ഏറാമലയിൽ നടന്ന ആക്രമണ സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ച് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ ഉടുപ്പവും മാനവുമില്ലാത്ത പാർട്ടി ഏത് ചോദിച്ചാൽ ഏത് കുട്ടിയും ഉത്തരം പറയും പിണറായി വിജയന്റെ പാർട്ടിയാണ് പാർട്ടി എന്ന്. അത് തെളിയിക്കുന്ന നടപടിയല്ലേ ചെയ്തത്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ തൂത്തുവാരി UDF ജില്ലയിൽ ഞങ്ങൾ ജില്ലയിലും ബ്ലോക്കിലും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പ്രകടനം നടത്തി. ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഞങ്ങൾ തൊട്ടോ? ഏതെങ്കിലും നേതാവിനെ അപമാനിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചോ? UDFന്റെയും RMPയുടെയും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഏതെങ്കിലും CPMന്റെ ഓഫീസിൽ വിരൽ ചൂണ്ടിയോ? ഏതെങ്കിലും CPMന്റെ പതാക ഞങ്ങൾ കീറിയോ? ഞങ്ങളത് ചെയ്യില്ല. സംസ്കാരം അതാണ് ഞങ്ങളുടേത്. ഞങ്ങളത് ചെയ്യില്ല. എന്നാൽ നിങ്ങളൊരു നിലപാടായിരിക്കും. നിങ്ങൾ ജയിച്ചാലും തല്ല, തോറ്റാലും തല്ല. ഇതൊന്നൊരു ഉടുപ്പില്ലാത്ത പാർട്ടിയും മാറി പാർട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്റെ ബഹുമാനയുടെ പാറക്കിൽ ഞാൻ നാദാപുരം തോറ്റപ്പം ഞാൻ നാദാപുരം താമസിച്ച വാടക വീട്ടിലേക്ക് പന്തെറിഞ്ഞ ഉടുപ്പില്ലാത്തവരാണ് ഈ പാർട്ടിക്കാര്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് എത്ര എറിയണം പന്തം. എല്ലാം കഴിഞ്ഞ് ബോംബിട്ടിട്ട് വീണ്ടും വന്ന് പൊളിക്കുക. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയെ പൊളിക്കുന്നത്. എടോ, ഡൽഹിയിൽ ഇപ്പം ആ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിന്റെ വഴിയിൽ സാരിത്തുമ്പ് പിടിച്ച് നടക്കുന്ന പണിയാണ് നിങ്ങളുടെ പാർട്ടിക്കെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ് നിങ്ങൾ തകർത്തത്. പരിപാവനമായ അശോക സ്തംഭത്തിന്റെ ഉള്ള തൊപ്പിയാണ് ഈ പോലീസുകാരൻ ധരിക്കുന്നത്. ആ അശോക സ്തംഭമുള്ള തൊപ്പിയും വെച്ച് ഇങ്ങനത്തെ വൃത്തികെട്ട പണിയെടുക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, മെയ് മാസം കഴിഞ്ഞാൽ പെൻഷൻ പോലും വാങ്ങാത്ത രീതിയിൽ ആക്കിയിരിക്കും UDFും RMPയും നിങ്ങൾ ഓരോരുത്തരെയും. ആ സമയത്ത് TT ഇസ്മായിലിന്റെ അമ്മായിയോ പ്രവീൺ കുമാറിന്റെ അമ്മോനെന്നും പറഞ്ഞു വന്നാൽ നിങ്ങളൊക്കെ ഞങ്ങൾ ആട്ടി ഓടിക്കും മക്കളെ. കഴിഞ്ഞ കാലമല്ല ഇനി വരാൻ പോകുന്നത്. കോട്ടയം രാധാകൃഷ്ണൻ, പാറക്കൽ അബ്ദുള്ള, N. വേണു, TT ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു.